ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 246 ദിവസം. സൂറത്തുൽ ബഖറ 236, 237. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لا جناح عليكم إن طلقتم النساء ما لم تمسوهن أو تفرضوا لهن فريضة ومتعوهن على الموسع قدره وعلى المقتر قدره متاعا بالمعروف حقا على المحسنين. وإن طلقتموهن من قبل أن تمسوهن وقد فرضتم لهن فريضة فنصف ما فرضتم إلا أن يعفون أو يعفو الذي بيده عقدة النكاح وأن تعفوا أقرب للتقوى ولا تنسوا الفضل بينكم إن الله بما تعملون بصير. സ്ത്രീകളെ സ്പർശിക്കാൻ അവസരമുണ്ടാവുകയോ വിവാഹമൂല്യം നിശ്ചയിക്കുകയോ ചെയ്യും മുമ്പ് ത്വലാഖ് ചെയ്യാനിടയായാൽ അതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. എങ്കിലും നിങ്ങൾ അവർക്ക് കുറച്ച് വിഭവം നൽകേണ്ടതാകുന്നു. ധനികൻ അവൻ്റെ കഴിവനുസരിച്ചും ദരിദ്രൻ അവൻ്റെ കഴിവനുസരിച്ചും മാന്യമായി വിഭവം നൽകട്ടെ. അത് സുജനധർമ്മമാകുന്നു. ഇനി പരസ്പരം സ്പർശിക്കും മുമ്പ് നിങ്ങൾ ത്വലാഖ് ചെയ്തത് അവരുടെ വിവാഹമൂല്യം നിർണയിച്ചിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ അപ്പോൾ നിശ്ചിത വിവാഹമൂല്യത്തിൻ്റെ പകുതി നൽകേണ്ടതാകുന്നു. വിവാഹമൂല്യം വസൂൽ ചെയ്യുന്നതിൽ സ്ത്രീ വിട്ടുവീഴ്ച ചെയ്യുകയോ മുഴുവൻ വിവാഹമൂല്യവും നൽകാൻ സന്നദ്ധനായിക്കൊണ്ട് വിവാഹ ഉടമ്പടിയുടെ കൈവശക്കാരൻ വിട്ടുവീഴ്ച ചെയ്യുകയോ ചെയ്യുന്നുവെങ്കിൽ ഒഴിച്ച്. നിങ്ങൾ പുരുഷന്മാർ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ദൈവഭക്തിയോട് ഏറ്റവും ഇണങ്ങുന്നത്. പരസ്പര ഇടപാടുകളിൽ ഔദാര്യം മറക്കാതിരിക്കുക. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അള്ളാഹു കാണുന്നുണ്ട്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ 2 വിവാഹമോചനങ്ങളെയാണ് ഈ സൂക്തങ്ങൾ പരാമർശിക്കുന്നത്. വിവാഹമൂല്യത്തിൻ്റെ തുക നിശ്ചയിക്കാതെ അത് പിന്നീട് നിശ്ചയിക്കാമെന്ന ധാരണയിലോ വരന് ഇഷ്ടമുള്ളത് എന്തായാലും സ്വീകാര്യമാണ് എന്ന ധാരണയിലോ ചിലപ്പോൾ നിക്കാഹ് നടക്കാവുന്നതാണ്. അങ്ങനെ നടക്കുന്ന നിക്കാഹും സാധുവായിരിക്കും. ഈ രീതിയിൽ നിക്കാഹ് നടന്ന ശേഷം വധൂവരന്മാർ ഒരുമിച്ച് താമസിക്കുകയോ ശാരീരികമായി ബന്ധപ്പെടുകയോ ചെയ്യുന്നതിന് മുൻപ് വിവാഹമോചനം സംഭവിച്ചുവെന്ന് വെക്കുക. ഈ സാഹചര്യത്തിൽ ആ സ്ത്രീ വിവാഹമോചനത്തിൻ്റെ ഇദ്ദ അനുഷ്ഠിക്കേണ്ടതില്ല. ഇക്കാര്യം സൂറ അൽ-അഹ്സാബ് 49-ാം സൂക്തത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാഹമൂല്യമോ ഇദ്ദാകാലത്തെ ജീവനാംശമോ നൽകാൻ വരൻ ബാധ്യസ്ഥനുമല്ല. എങ്കിലും ബന്ധം വേർപെടുത്തുമ്പോൾ ആ സ്ത്രീയെ കുറച്ച് വിഭവങ്ങൾ കൊടുത്ത് സമാശ്വസിപ്പിക്കേണ്ടത് സുജനമര്യാദയാണ്. ഇനി വിവാഹമോചനം നടക്കുമ്പോൾ പരസ്പര ബന്ധമുണ്ടായിട്ടില്ലെങ്കിൽ വിവാഹത്തിൽ വിവാഹമൂല്യം നിർണയിക്കപ്പെട്ടിരുന്നുവെങ്കിൽ നിർണിത വിവാഹമൂല്യത്തിൻ്റെ പകുതിയെങ്കിലും സ്ത്രീക്ക് മത്തായി നൽകണം. സ്ത്രീ അത് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ കൊടുക്കാതിരിക്കുന്നതിൽ വിരോധമില്ല. അങ്ങനെ വേണ്ടെന്ന് വെക്കുന്നത് സമ്മർദ്ദം മൂലമോ പീഡനം ഭയമോ ആയിരിക്കരുത്. അവൾ സ്വമനസ്സാ വിട്ടുവീഴ്ച ചെയ്യുന്നതായിരിക്കണം. എന്നാൽ പറഞ്ഞ വിവാഹമൂല്യം മുഴുവൻ മത്തായി നൽകുന്നതാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അന്തസ്സും വിട്ടുവീഴ്ചയും. അതാണ് ദൈവഭക്തന്മാർ സ്വീകരിക്കേണ്ട നടപടി. വിവാഹമോചനം അനിവാര്യമായി തീരുമ്പോൾ സ്ത്രീയും പുരുഷനും വിട്ടുവീഴ്ചയോടെയും സൗമനസ്യത്തോടെയും വേർപിരിയണമെന്നാണ് ശരീഅത്ത് ആഗ്രഹിക്കുന്നത്. ഏത് ഇടപാടുകളിലും കക്ഷികൾ ഉദാരതയോടെ പെരുമാറുന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. പണത്തിൻ്റെ കാര്യം വരുമ്പോൾ ഔദാര്യവും സൗഹൃദവും ഒക്കെ വിസ്മരിക്കുന്നത് തഖ്വക്കും ഈമാനിനും ചേർന്ന സ്വഭാവമല്ല. നിങ്ങൾ ചെയ്യുന്നതെല്ലാം വിധാതാവായ അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടെയാണ് എല്ലാ ഇടപാടുകളും കൈകാര്യം ചെയ്യേണ്ടത്. ഇതാണ് ഈ സൂക്തങ്ങളുടെ പൊതുവായ ആശയം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.